ഫുട്ബോളിനെ സോക്കർ എന്ന് വിളിക്കാറുണ്ടല്ലേ? അത് എന്തുകൊണ്ടാണ് സോക്കർ എന്ന് വിളിക്കുന്നത്? ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഈ കളിയെ ഫുട്ബോൾ എന്നാണ് വിളിക്കുന്നത്. ആ ഫുട്ബോൾ എങ്ങനെയാണ് വന്നതെന്നുള്ള ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. എന്നാൽ അമേരിക്കയും കാനഡയും പോലുള്ള ചില രാജ്യങ്ങളിൽ ഫുട്ബോളിനെ സോക്കർ എന്നും പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ? പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫുട്ബോളിനെ സോക്കർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് അറിയുന്നത്. ഏവർക്കും നമസ്കാരം. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ഫുട്ബോൾ എന്ന പേരിൽ രണ്ട് പ്രധാന കളികളുണ്ടായിരുന്നു. അസോസിയേഷൻ ഫുട്ബോൾ, ഇന്ന് നമ്മൾ ഫുട്ബോൾ എന്ന് വിളിക്കുന്ന കളിയെയാണ് അസോസിയേഷൻ ഫുട്ബോൾ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് എന്താണ്? റഗ്ബി ഫുട്ബോൾ. അങ്ങനെയാണ് ആ രണ്ട് ഫുട്ബോൾ. രണ്ടും ഫുട്ബോൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതിനാൽ ഇംഗ്ലണ്ടിലെ സർവകലാശാല വിദ്യാർത്ഥികൾ ഇവയ്ക്ക് വിളിപ്പേരുകൾ ഉണ്ടാക്കി. റഗ്ബിയെ വിളിച്ചു തുടങ്ങിയത് റഗ്ഗർ എന്നാക്കി. അസോസിയേഷനെ അവർ ഷോർട്ട് ഫോം ആക്കി അസോക്ക് എന്നാക്കി. അതിനെ സോക്കർ. അങ്ങനെ സോക്കർ എന്ന വാക്ക് ജനിച്ചത് ഇംഗ്ലണ്ടിലാണ്, അത് അമേരിക്കയിൽ ഉണ്ടായതല്ല. പിന്നീട് അമേരിക്കൻ ഫുട്ബോൾ വളരെ ജനപ്രിയമായപ്പോൾ ഫുട്ബോൾ എന്ന പേര് ആ കളിക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അതിനാൽ അസോസിയേഷൻ ഫുട്ബോൾ എന്നതിനെ സോക്കർ എന്ന് വിളിക്കുന്നത് അവിടെ പതിവായി. എന്നാൽ ഇന്ന് ഇംഗ്ലണ്ട് ഉൾപ്പെടെ യൂറോപ്പിലെയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ദക്ഷിണാമേരിക്കയിലെയും മിക്ക രാജ്യങ്ങളും ഈ കളിയെ ഫുട്ബോൾ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഔദ്യോഗിക ഫ്രഞ്ച് പേരായ ഫെഡറേഷൻ ഇന്റർനാഷണലെ ദ ഫുട്ബോൾ അസോസിയേഷൻ എന്നതിലും അസോസിയേഷൻ ഫുട്ബോൾ എന്ന ആശയമാണ് ഉൾക്കൊള്ളുന്നത്. സോക്കർ എന്ന വാക്ക് അതിൽ ഇല്ല. 1960 വരെ ഇംഗ്ലണ്ടിലെ പല പത്രങ്ങളും റേഡിയോ പരിപാടികളും സോക്കർ എന്ന പദം സാധാരണയായി ഉപയോഗിച്ചിരുന്നു. പിന്നീട് അവിടെയും ഫുട്ബോൾ എന്ന പദം തന്നെയാണ് പ്രചാരത്തിലായത്. അസോസിയേഷൻ, അസോക്ക്, സോക്ക്, അതിന്റെ കൂട്ടത്തിൽ ആറും കൂടി കയറ്റിയപ്പോൾ സോക്കറായി. ഇതാണ് സോക്കറിന്റെ യഥാർത്ഥ ചരിത്രം. ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.